മഞ്ഞ മഞ്ഞൊക്കെ ഇട്ടിട്ട് ഇവരിത് എങ്ങോട്ടാന്നല്ലേ? വേറെ എങ്ങോട്ടും അല്ല ഗൈസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന കെനിയൻ കമ്പനിയുടെ ടീം ബിൽഡിംഗ് ഡേ ആയിരുന്നു കേട്ടൊന്ന്. ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇത്. മണ്ടാസി, സ്വീറ്റ് പൊട്ടാറ്റോ, എഗ്സ് ആൻഡ് സോസേജ്. ഇയാൾ ഈ സംസാരിക്കുന്നത് ഇവിടുത്തെ ഭാഷയായിട്ടുള്ള സൊഹേലിയിലാണ് കേട്ടോ. ഇയാൾ ഇത് എന്ത് തേങ്ങയാ സംസാരിക്കുന്നതെന്നുള്ള ആൻസിയുടെ സെയിം എക്സ്പ്രഷൻ ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നത്. അയാളുടെ എന്തൊക്കെയോ തമാശകളും ഡയലോഗടിയും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വാമപ്പ് ഡാൻസ് ആയിരുന്നു കേട്ടോ. അഖിലിന്റെ ഒക്കെ വൻ കോമഡി ഐറ്റംസ് ഇറങ്ങിയ സമയമായിരുന്നു അത്. ആ ഒരു വാമപ്പ് സെക്ഷൻ കഴിഞ്ഞതോടെ എല്ലാവരും ഓണായിട്ടോ. എന്റെ ഇഹാനു ആണെങ്കിൽ അവിടെ ഭയങ്കര നല്ലൊരു ഹെൽപ്പർ ആയിരുന്നു. അവിടെ ഗെയിംസ് അറേഞ്ച് ചെയ്യാൻ വന്നവരുടെ കൂടെ തന്നെയായിരുന്നു അവൻ ഫുൾ ടൈം. അതുകൊണ്ട് തന്നെ അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. കമ്പനിയിൽ കുറെ കാലത്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചവരെയും ആദരിക്കുന്ന ചടങ്ങായിരുന്നു കേട്ടോ പിന്നെയുള്ളത്. അതിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയ ഹാദിക്കും റസാക്കും അനീറ്റൊക്കെ എങ്ങനെ കയറി പറ്റി എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ സംശയം. ചക്ക വീണ് മൊയലി ചത്ത്, അത്ര തന്നെ. അത് കഴിഞ്ഞ് വീണ്ടും വാമപ്പ് സെക്ഷൻ. പലരുടെയും കഴിവുകൾ ഷൂട്ട് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ വാമപ്പ് ആവാൻ വിട്ടുപോയി ഗൈസ്. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ തനത് കലയായ സംഘനൃത്തമൊക്കെ അങ്ങ് കയറ്റി അഡ്ജസ്റ്റ് ചെയ്തു. നമ്മുടെ അനീറ്റയുടെ അഖിലിന്റെ ഒക്കെ കൂടെ പിടിച്ചു നിൽക്കാൻ പാടായതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഷൂട്ടിങ്ങിലോട്ട് ഇറങ്ങി ഗൈസ്. ആ ഒരു സെക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം. പിന്നീട് അങ്ങോട്ട് അടിപൊളി ഗെയിംസ് സ്റ്റാർട്ട് ആയിട്ടോ. എല്ലാം വെറൈറ്റി ആയിരുന്നു. ഒറ്റക്കാലിൽ റൗണ്ട് ചുറ്റി ഓടുക, ഉന്തുവണ്ടിയിൽ പിടിച്ച് ഉന്തി തള്ളി കൊണ്ടുപോവുക, ചക്ര ഉരുട്ടി കൊണ്ടുപോയിട്ട് അപ്പുറത്തെത്തിച്ച് ഇപ്പുറത്തേക്കും എത്തിക്കുക, ബോൾസ് പൈപ്പിലൂടെ ഉരുട്ടി വിടുക, കുട്ട താഴെ വീഴാണ്ട് ബാലൻസ് ചെയ്ത് അപ്പുറത്തെത്തിക്കുക, അതേപോലെ തന്നെ നമ്മുടെ ടീം മെമ്പറിനെയും ബാലൻസ് ചെയ്ത് അപ്പുറത്തെത്തിക്കുക. എല്ലാ ടീം മെമ്പേഴ്സും കൈകൾ കോർത്ത് വെച്ചിട്ട് മറ്റേ ടീം മെമ്പറിനെ അപ്പുറത്തേക്ക് കടത്തി വിടുക. അങ്ങനെ ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ആറ്റുനോറ്റൊരു ഗെയിമിൽ കൂടിയപ്പോ അത് ഇങ്ങനെയായി. എന്റെ ഒരു കൈ എവിടെയാണ്? രണ്ടൂന്ന് കൈയായിട്ട് വന്നേണ്. ശരിക്കും ആ ഗെയിം അങ്ങനെയൊന്നും അല്ലായിരുന്നടാ, അത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിലൊന്നും പെടാതെ അവിടെ ഫുട്ബോൾ കളിച്ച് കിടക്കുന്ന എന്റെ ഹസ്ബൻഡ് ആയിരുന്നു അന്നത്തെ ഹീറോ. ഗെയിംസ് എല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും എസ്തറും ഗേറ്റും കൂടെ ഞങ്ങളുടേതായിട്ടുള്ള എന്റർടൈൻമെന്റും കാര്യങ്ങളൊക്കെ തുടങ്ങി. പക്ഷെ എന്റെ ഹാനുമാണ് ആത്മാർത്ഥതയുള്ള പണിക്കാരൻ കേട്ടോ. എല്ലാവരും മടുത്തിട്ടും അവൻ മാത്രം മടുത്തിട്ടില്ല. അറൌണ്ട് 1:30 2 o'clock ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്തു. ഒരു കെനിയൻ കൾച്ചറിലുള്ള പരിപാടി അറ്റൻഡ് ചെയ്യുന്നതും അവരുടേതായിട്ടുള്ള ഫുഡ് കഴിക്കുന്നതൊക്കെ ഇന്ന് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ. അവരുടെ ട്രഡീഷണൽ ഫുഡായിട്ടുള്ള ഉഗാലി, സ്പിനാച്ച്, ചിക്കൻ, ബീഫ്, അങ്ങനെ പലതരം ഫുഡുകൾ ഉണ്ടായിരുന്നു. അവരുടെ വൈബ് ആണെങ്കിൽ അതിലും അടിപൊളിയായിരുന്നു. ആഫ്റ്റർ ഓൾ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. ഒടുക്കത്തെ ടാൻ അടിച്ചു എന്നുള്ള വിഷമം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ഓക്കെ. സോ ഇപ്രാവശ്യത്തെ കെനിയൻ വിശേഷങ്ങൾ അത്രയ്ക്കുള്ളൂ ഗൈസ്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഫോളോ ചെയ്യുക ഗൈസ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ ബൈ, സ്റ്റേ ട്യൂൺഡ്.